നമ്മളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ആ പണത്തിൽ നിന്നും അവർ ഈ പറഞ്ഞ സർവീസ് ചാർജുകളും പെനാൽറ്റി ചാർജൊക്കെ ഈടാക്കും. എന്നാൽ നമ്മളുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻപ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ബാലൻസിലേക്ക് പോകും. പിന്നീട് നമുക്ക് ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യണം. ഈവൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ നൽകാനുള്ള, അതായത് ആ ഒരു നെഗറ്റീവ് ബാലൻസ് എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. എന്നാൽ 2016 വന്ന RBI ഉത്തരവ് അനുസരിച്ച് അക്കൗണ്ട് ബാലൻസ് സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവ് ബാലൻസിലേക്ക് അക്കൗണ്ടിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി നമ്മൾ നൽകാനുള്ള പണം നമ്മൾ നൽകേണ്ടതായിട്ട് വരും. നിങ്ങൾ പിന്നീട് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം ഇടുവാൻ നേരത്ത് ആ ഒരു അവർക്ക് നൽകാനുള്ള പണം അവർ എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാൾ അക്കൗണ്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നീട് ആ ഒരു അക്കൗണ്ടിലേക്ക് പണം ഇടുവാൻ നേരത്ത് പണം നഷ്ടമായി എന്നൊക്കെ പലരും പറയുന്നത്. ഇങ്ങനെ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പെനാൽറ്റി ചാർജും മറ്റു സർവീസ് ചാർജൊക്കെ ബാങ്കിന് നമ്മൾ അങ്ങോട്ട് നൽകാനുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ നൽകാനുള്ള പണം നൽകിയാൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടുകയുള്ളൂ.